നമ്മളിന്ന് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സാധാ സ്റ്റിക്കേഴ്സ് നമ്മൾ അയക്കാറുണ്ട്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ് ചലിക്കുന്ന സ്റ്റിക്കേഴ്സ്, അതായത് ഇമോജിയെ പോലത്തെ സ്റ്റിക്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫോണിലേക്കും കൂടി കൊണ്ടുവരാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സ് എടുത്തപ്പോൾ കുറേ ചലിക്കുന്ന ഇമോജിയസ് പോലത്തെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് നമ്മുടെ വേറൊരു ആപ്പിൻ്റെ സഹായമില്ലാതെ നമ്മുടെ വാട്സപ്പിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ പ്ലസ് ചിഹ്നം കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ പ്ലസ് ചിഹ്നം കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഇമോജിയസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കാണിക്കും. അതായത് പുതിയതായിട്ട് വന്ന കുറേ ഇമോജിയസ് സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയിൻ്റെ ചിഹ്നമുള്ള രൂപത്തിൽ, ഇപ്പോൾ ഞാൻ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോൻ്റെ ചിഹ്നം പോലെയുള്ള ചിഹ്നങ്ങൾ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണുന്നതൊക്കെ ഇമോജിയസ് ചലിക്കുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കേഴ്സിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ വേറെ ആപ്ലിക്കേഷൻ്റെ സഹായം എന്ന് വേണ്ട എന്നതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്കടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിക്കേഴ്സിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ സ്റ്റിക്കേഴ്സൊക്കെ നമ്മളുടെ വാട്സപ്പിൽ ഒരു പുതിയതായിട്ട് വന്ന രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്റ്റിക്കേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലേക്കൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണ്. പല ആളുകൾക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് സാധാരണ 4 ആളുകൾക്ക് മാത്രമേ കോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 7 ആളുകൾക്ക് വീഡിയോ കോളും അല്ലെങ്കിൽ വോയിസ് കോളും ചെയ്യാനായിട്ട് സാധിക്കും. ഈ 7 ആളുകൾ എന്ന് വെച്ചാൽ മറ്റ് 6 ആളുകളും പിന്നെ നമ്മളും കൂട്ടിയിട്ടാണ് 7 ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ കോൾ ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതേക്കും നമുക്ക് എന്ത് ചെയ്യാം, കാത്തിരിക്കാം.